ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതേണ്ട ഉച്ചക്കത്തേനുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കുവാണ്. മോരുകറിയുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കൊച്ചിനെ സ്കൂളിൽ കറിയൊക്കെ കൊടുത്തു വിട്ടു. ഞാൻ ഉച്ചയ്ക്ക് മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ, അതായത് ചോറ് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം അത് ഒഴിവാക്കി. അപ്പോൾ എനിക്കിതും മോരുകറിയും മതി, ഇത് ധാരാളം. പിന്നെ ഇനി പപ്പീനെയും മിക്കീനെയും കുളിപ്പിക്കാനുണ്ട്, തുണിയൊക്കെ അലക്കിയിട്ടു, പെരയ്ക്കാവ് അടിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെ എല്ലാം അപ്പടി പുഴുവാണ് കേട്ടോ, ഒരു സൈസ് കറുത്ത പുഴുവാണ്. ഇതുവരെ അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. പക്ഷെ ഈ മഴ കഴിഞ്ഞപ്പോ തൊട്ട് ഈ സാധനം ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ആ പുഴുവാണ്. നേരത്തെ ഒച്ചായിരുന്നു, ഇപ്പൊ ഒച്ചിന്റെ ശല്യമൊക്കെ പോലെ കിട്ടി, ഇപ്പം പുഴുവാണ്. ഏകദേശം എന്റെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് അങ്ങനെ 2 നേരം കുളിക്കണം, ഷാമ്പു തേച്ച്. അവരെ ആഴ്ചയിൽ 2 പ്രാവശ്യം കുളിപ്പിക്കണമെന്ന് പറഞ്ഞാണ് കേട്ടോ. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാനിതങ്ങ് വിട്ടു. തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. തുണിയൊക്കെ ഞാൻ അലക്കിയിട്ടു കേട്ടോ. തുണി അലക്കിയിട്ടു. പെരയ്ക്കാവ് അടിച്ചില്ലായിരുന്നു, അത് അടിക്കണം, അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ, അവരെ കുളിപ്പിക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. നഖമൊക്കെ വെട്ടാനുണ്ട്, ഒന്ന് സെറ്റാക്കണം. പിന്നെ ഈ കോലമൊന്നും കണ്ടാരും പേടിക്കണ്ട കേട്ടോ. അരി ഇട്ടു, ഇനി അത് വെന്ത് വരണം, താമസമുണ്ട്. സാധാരണ ഞാൻ ഗ്യാസേൽ വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അടുപ്പിൽ വെച്ചു. അതേ ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേനും അത് റെഡിയാവും. പിന്നെ എനിക്ക് ഉച്ചക്കത്തേനുള്ള ഇന്നലത്തെ ഇച്ചിരി ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം ഞാനതങ്ങ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാനായിട്ട്. ഇനി ഞാൻ അവരെ ഒന്ന് കുളിപ്പിക്കാൻ നോക്കട്ടെ കേട്ടോ, നമുക്ക് കാണാം. അങ്ങനെ എൻ്റെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ചോറുണ്ണാൻ തോന്നുന്നുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, എനിക്കിങ്ങനെ മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്തേലും വേണേലും ഞാൻ ചോറുണ്ണും കേട്ടോ. ഇച്ചിരി ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്, പക്ഷെ ഉണക്കമീൻ ഇല്ല. തൽക്കാലം മോര് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതവിടെ ഇരുന്ന് കത്തട്ടെ. ഇവിടെ എല്ലാം ഇങ്ങനെ ഈ മഴ പെയ്തിട്ടേ ഈ മേളിൽ നിന്ന് ചിമ്മിനിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം താഴോട്ട് വീഴുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ഊതി ഒരു ഇതാക്കിയിട്ടേക്ക് വന്നു കേട്ടോ. എൻ്റെ ഊത്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരുന്നത് വെന്തോളും. അപ്പം ഞാൻ അവരെ കുളിപ്പിക്കാൻ നോക്കട്ടെ. ഞാൻ പോയി അവരെ എടുത്തോണ്ട് വരട്ടെ. ഒരാളെ ഇപ്പം, അത് കഴിഞ്ഞിട്ട് അടുത്തയാളെ, അങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അവരെ
എടുത്തോണ്ട് വരട്ടെ. ഇവിടെ നിൽക്കടി പൊന്നാടി. തണുക്കുന്നുണ്ടോന്ന് പറയണേ, നമ്മുടെ പൊന്നിന് തണുക്കുന്നുണ്ടോന്ന് പറയണേ കേട്ടോ. ഇവളുണ്ടല്ലോ, ഇവള് ഇടയ്ക്കൊന്ന് ഇങ്ങനെ കുടയുമ്പോൾ നമുക്ക് പണി കിട്ടും. ഒത്തിരി ദിവസം ആയില്ലായിരുന്നോ കുളിച്ചിട്ട്? ഒത്തിരി ദിവസം ആയില്ലായിരുന്നോ കുളിച്ചിട്ട്? ഇനി വന്നേ, ഇത് ഷാമ്പു തേക്കട്ടെ. ഇനി വന്നേ, ഇത് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ കുറിച്ച് തന്ന ഷാമ്പു ആണ് കേട്ടോ. ഗർഭായ്ക്ക് എന്ന് പറയുന്ന ഒരു ഷാമ്പു ആണ്. ഇവളുടെ ദേഹത്ത് ഇടയ്ക്ക് ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം അത് ഇവരുടെ ദേഹത്തൊരു ഓയിലുണ്ടല്ലോ, ആ ഓയിലിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇവർക്ക് കാലയിൽ 6 വിരലുണ്ട് കേട്ടോ. സാധാരണ 5 വിരലല്ലേ ഉള്ളൂ. എൻ്റെ കൊച്ചിന് 6 വിരലുണ്ട്. നല്ല കാറ്റും. ആഹാ, മറ്റേ ആളവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. ഇനി ഇവൾക്കുണ്ടല്ലോ, ഇവക്ക് നന്നായിട്ട് രോമം പൊഴിയുവേ. മറ്റേ ആൾക്ക് അത്രയില്ല, ഇവക്ക് രോമം പൊഴിയും. ഇവക്ക് ചൂട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചൂടുള്ളതൊന്നും കൊടുക്കാറുമില്ല. ഞാൻ പോത്ത്, അങ്ങനത്തെ ഉണക്കമീൻ, അങ്ങനത്തെ ഒരു സാധനവും ഞാൻ കൊടുക്കാറില്ല. ഞങ്ങൾക്ക് നേരത്തെ ഒരു പപ്പി ഉണ്ടായിരുന്നു, റാണിക്കുട്ടി എന്നായിരുന്നു കേട്ടോ പേര്. അവക്ക് ഇങ്ങനെ ഒരു ഈ ചൂട് കൊടുത്ത ആ സമയത്ത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു പപ്പീനെ വളർത്തിയതേ. അപ്പം അവക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു രോമം ഇങ്ങനെ പൊഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് അവിടെ ഒന്ന് വലുതായി. പിന്നെ അത് 2-3 ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് കുറഞ്ഞത്. കാണുമ്പോൾ സങ്കടം വരുമായിരുന്നു. പാവം എന്തേരം വിഷമിച്ചിരുന്നുണ്ട്, വേദന തിന്നിട്ടുണ്ടത്. അതുകൊണ്ട് ഇതുങ്ങൾക്കൊക്കെ വരുമ്പോഴേ എനിക്ക് പേടിയാണ് കേട്ടോ, ടെൻഷനാണ്. നമ്മളെ അത്രയും കാര്യമായിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു പോകുമ്പോഴത്തേനും ഇവർക്കൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ വേദന, നമ്മളെപ്പോലെ അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കരയാൻ മാത്രമല്ലേ അതുങ്ങൾക്ക് അറിയത്തുള്ളൂ. നടക്കുന്നുണ്ടോ ഡിന്നിനൊക്കെ? നമ്മുടെ നാങ്ങൻ പറ്റി താഴെ കളഞ്ഞു. നമ്മുടെ പൊന്നിന് നടക്കുന്നുണ്ടോ? എന്ത് ചെളിയ ചാടുന്ന നോക്കിക്കേ. ചണ്ട് പിടിക്കുന്നതാവാ ഈ 2 പേരുടെ. കാല് കാണിക്കേ, ഇങ്ങോട്ട് നീങ്ങുക. അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കും പറ്റത്തില്ല, നിനക്കും പറ്റത്തില്ല. ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ പോയി ഇത് കുടിങ്ങ എടുത്തോണ്ട് വരായിരുന്നു. കൊടയരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടയരുന്ന് കേട്ടോ. കൊടയരുത്, അവിടെ നിന്നോണം. നിൽക്കണം അവിടെ. അടി ഇറങ്ങിയിട്ടുണ്ടേ അടി. അപ്പൊ ഇവിടെ വാ, സിറ്റ് ഡൗൺ, സിറ്റ്. അടി മേടിക്കും. എന്നാ ചീപ്പൊന്നും എടുത്തോണ്ട് വരാം. അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, അവിടെ നിൽക്കേ, ഇവിടെ നിൽക്കേ, അവിടെ നിന്നോണം. നിൽക്കണം അവിടെ. കണ്ടോ ഇറങ്ങി പോരുന്നേ. ഇതേ പറഞ്ഞേ, നീ ഇവിടെ നിൽക്കേ. അമ്മ ചീപ്പൊന്നും എടുക്കാൻ പോയതല്ലേ. പിന്നെ ഞാനീ കുളിപ്പിക്കുന്ന സമയത്തേ ഈ വെള്ളത്തിനകത്തടിച്ചിരി ഉജാലയും കൂടെ ഇടും കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ദേഹത്ത് പെട്ടെന്ന് ചെളി പിടിക്കുകയില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ പണ്ട് അവളുണ്ടായിരുന്നപ്പോഴും ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. അതാകുമ്പോൾ നല്ല വെളുത്ത് തുടുത്തിരുന്നോളും, പെട്ടെന്ന് ചെളി പിടിക്കില്ല. ചില സമയത്ത് ഞാൻ ഇടില്ല. അന്ന് ചൂടിൻ്റെ സമയമായിരുന്നപ്പോൾ ഞാൻ ഇടത്തില്ലായിരുന്നു. ഇപ്പം ഞാനിടും. പാലയില ചെളി മൊത്തം ഇവിടെ എല്ലാം
ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിക്കളഞ്ഞ കേട്ടോ. വന്നിരുന്നു ഇവിടെ എല്ലാം രോമം. തലക്ക് തൊണ്ടോടി നമ്മുടെ പൊന്നിന്. അങ്ങോട്ട് പോയാൽ ഞാൻ എങ്ങനെ ഇത് ചെയ്യും? ഇറങ്ങാനാ ധൃതി. ഇവിടെ നിൽക്കാൻ ഇവിടെ നിന്നേ അത്തെ പിടിച്ചു തന്നു. അതെ പിടിച്ചു തന്നോണേ. പോവല്ലേ ഇന്ന ഇത് പിടിച്ചു. ഞാൻ പോവുകയല്ലേ, ഇവിടെ നിൽക്കേ. ഞാൻ പോകുന്നില്ല, ഇവിടെ നിൽക്കേ. വെള്ളം ഒഴിക്കട്ടെ. ഞാൻ മിക്കി വെച്ച് അങ്ങനെയല്ല കേട്ടോ. മിക്കിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കി അത് കഴിഞ്ഞിട്ട് മിക്കി കുടയത്തുള്ളൂ. ഇതങ്ങനെയല്ല, ഇതങ്ങോട്ട് കുടയാൻ തുടങ്ങും. ഇങ്ങോട്ട് നീങ്ങി വാ, ഇവിടെ വാ. ഈ അമ്മ പല്ലൊന്ന് തേക്കട്ടെ. ഇനി വന്നു ഇവിടെ ഈ കമ്മയുടെ വിരലിട്ട് പല്ലൊന്ന്. അങ്ങനെ തണുക്കുന്നുണ്ടോ അമ്മയുടെ പൊന്നിന്? ഇറങ്ങിയിട്ടുണ്ടല്ലോ. അമ്മ അട്ടി വെച്ചേക്കും കാപ്പിക്ക്. കുടഞ്ഞോന് ഇങ്ങോട്ട് വന്നിട്ട് കുടയെ. അങ്ങോട്ട് താഴെ പോകൂടാ ചക്കരെ. ഇങ്ങോട്ട് വന്നിട്ട് കുടയെ. ഇവിടെ വന്നിട്ട് കുടയെ. ശരിക്കും കുടയെ. എന്നിട്ട് വേണം തോർത്താനായിട്ട്. കുടഞ്ഞ് അങ്ങനെ കുടഞ്ഞു. നന്നായിട്ട് കുടയെ. നന്നായിട്ട് കുടഞ്ഞേടി അമ്മയുടെ പോയിന്. തണുക്കുന്നുണ്ടോ? കുടഞ്ഞാലേ അമ്മയ്ക്ക് തോർക്കാൻ പറ്റുള്ളൂ. തണുക്കുന്നേ. അമ്മ എന്നെ ഒന്ന് കുടയാ. തൂക്കാമോ എന്നായി പറയുന്നത്. ഇങ്ങനെ തൂക്കണ്ടേ? കിറ്റിലാണോ തൂക്കണ്ടേ? കാന്താരി, നമ്മുടെ കാന്താരി. അവിടെ ഇരിക്കാമെങ്കിൽ അമ്മ നന്നായിട്ട് തുടച്ച് തരും. അങ്ങനെ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. വെയിലുണ്ട്, കുഴപ്പമില്ല. അപ്പം അവളെ കൂട്ടിക്കിടന്ന് ബാക്കി ഉണക്കി എടുത്തോളൂ. അങ്ങോട്ട് പോയാൽ സോപ്പിനകത്തോട്ട് കയറണ്ടേ. കാലി അയ്യോ, ഇതാരാ? കണ്ടോ ഗൈസ്, ഞങ്ങളുടെ കുഞ്ഞുമാവ കുച്ചു. ഞങ്ങളുടെ കുഞ്ഞുവാവയുടെ നഖവും കൂടെ വെട്ടാനുണ്ട്. നഖം വെട്ടിയില്ലെങ്കിലുണ്ടല്ലോ കുഞ്ഞുവാവ ഉണ്ടല്ലോ എന്നെ വന്ന് പിടിക്കുമ്പോൾ എൻ്റെ ദേഹം മുറിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? തീറ്റ എടുക്കേണ്ടി വരും. അതിലും നല്ലത് എന്ത് ചെയ്യണം? പൊന്നിൻ്റെ നഖം അങ്ങ് വെട്ടി സെറ്റാക്കി കഴിഞ്ഞാൽ ചെറുതായിട്ടേ വെട്ടുള്ളൂ. നീ ആണ് ചെയ്യും. നഖം വെട്ടാനൊക്കെ എൻ്റെ കൊച്ചിന് ഭയങ്കര മടിയാണ് കേട്ടോ. നഖം വെട്ടാനൊക്കെ എൻ്റെ പൊന്നിന് ഭയങ്കര മടിയാണ്. ഇല്ല, അടങ്ങി നിൽക്കാമെങ്കിലും ഇത് വെട്ടാൻ പറ്റുന്നുള്ളൂ. എൻ്റെ ദേഹത്തോട് ചാരല്ലേ. പ്ലീസ് അമ്മയുടെ പൊന്നിലല്ലേ. കാലയിലൊന്ന് കാണിക്കാമോ? ഈ കാലൊന്ന് കാണിക്കാമോ? ഈ കുഞ്ഞിക്കാലയിലെ വലിയ നഖമായല്ലോ. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ഞാനിത് നഖം വെട്ടിയിട്ടുണ്ടല്ലോ.
ദശ കൂട്ടിയ കേട്ടോ വെട്ടിയത്. കാരണം ഇവിടെ ഞാൻ നഖം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇവളെ ഇങ്ങനെ കുതറി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഞാനത് നഖം വെട്ടാനായിട്ട് തുടങ്ങുമായിരുന്നേ. അപ്പത്തേനും ഈ പഞ്ഞിപ്പെണ്ണ് കുതറി കഴിഞ്ഞപ്പോഴത്തേന് എന്തോ പോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു വിരൽ എക്സ്ട്രാ ഉണ്ടെന്ന്. ആ വിരളയിലെ നഖം പെട്ടെന്ന് നീളുന്നുണ്ട്. നീണ്ടിട്ട് അത് ആ അടുത്ത വിരലിൻ്റെ അങ്ങോട്ട് സ്കിന്നിൻ്റെ അങ്ങോട്ട് കയറി നിൽക്കുക. അപ്പോൾ പിന്നെ അതുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം പിന്നെ ചുണ്ടനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങും. ഇന്നലെ പപ്പ ഇവിടെ വന്നായിരുന്നേ. പപ്പ ഇവിടെ വന്നപ്പം രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നേ. അപ്പം പപ്പ പറഞ്ഞു 2 പേർക്ക് ചട്ടി കൊടുക്കുക. കാരണം അതുപോലെയാട്ടോ കിടക്കുന്നത്. 2 പേരും ചട്ടി കഴിച്ച് കൊടുക്കാൻ പറ്റും പപ്പ. രാത്രിയിൽ ഡ്യൂട്ടിയും പകൽ ഉറക്കമാണല്ലോ അല്ലേ മെയിൻ ഹോബി. ഞാൻ എഴുന്നേക്കാമോ ചേച്ചി? ചക്കരമുട്ടായി എഴുന്നേറ്റ് നേരത്തെ ആളെ ഒന്ന് കുളിപ്പിക്കണം. എഴുന്നേറ്റ് സുന്ദരിയായി. സുന്ദരിയായിട്ടുണ്ട് ഉമ്മ. ഇനി തോർത്തൊന്നും വേണ്ട. ഇനി തോർത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി തോർത്തിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞു. ഇനി അമ്മ തൂത്തു തുടച്ചു. ഇനി ഒന്നും വേണ്ട. എൻ്റെ പൊന്നൊന്ന് പോയി കിടന്ന് ഉറങ്ങാമോ നാത്ത്? അപ്പം ഇതിനെ കൂട്ടിക്കയറ്റട്ടെ. അമ്മ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ടൊന്നും പോവില്ലെന്ന്. പിന്നെന്തിനാ പോയത്? എൻ്റെ സുഹൃത്തുക്കളെ, ഇവനെ ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ അയച്ചു വിട്ടാണ് കേട്ടോ. അവനൊരു ഒറ്റ ഓട്ടം അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടായിട്ട് ഞങ്ങളെല്ലാവരും ഉള്ളപ്പം അവൻ ഓട്ടം. എന്ത് ചെയ്യണോ അവിടെ നത്ത ഓടുന്ന അടുത്ത് എന്റെ ഭർത്താവേ അടുത്തോ എന്നാ വെള്ളം പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ചെയ്യണ്ടല്ലോ. അടി മേടിക്കും പോയിട്ടുണ്ടെങ്കിൽ. ഇവിടെ നിൽക്കേ, ഇവിടെ പിടിച്ചു തന്നെ, എന്നാ ഇവിടെ പിടിച്ചേ. ആ ഞാനേ ഇവരോട് പറഞ്ഞു എൻ്റെ പപ്പിച്ചിന് കുഴപ്പമൊന്നുമില്ല, അല്ല എൻ്റെ മിക്കിച്ചിന് കുഴപ്പമൊന്നുമില്ല, മിക്കിച്ചിന് അടങ്ങി നിൽക്കും, പപ്പിയാണ് അടങ്ങി നിൽക്കാത്തതെന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തേ. എന്നിട്ട് ഈ പപ്പി മിക്കി എന്നെ കാണിക്കുന്നേ, എന്നാ ഈ കാണിക്കുന്നേ? ഞാൻ എടുത്തു പോകണം അല്ലേ?
അവിടെ ഇരുന്നേ അവിടെ. ആ ഇരുന്നു. കൊച്ച അവിടെ ഇരുന്നു. കൊച്ചിന് ഇരിക്കാൻ അറിയാമല്ലോ. എന്തിനാ ഓടാൻ പോയി? അതുകൊണ്ടല്ലേ മടുത്തത്. ഇവിടെ ഒത്തിരി വേറെ പട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ധൈര്യത്തിൽ ഞാൻ അയച്ചു കൊടുക്കും. മറ്റവളെയാണെങ്കിൽ ഒന്ന് വഴക്ക് പറയുമ്പോഴേ മറ്റവൾ ഇവിടെ വരും, അവളിവിടെ കയറി ഇരുന്നോളും. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാൻ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ഓടുന്നു വാഴയില്ല, അപ്പടി ശരിയാ. അവിടെ പെട്ടെന്ന് കൂട്ടിച്ച് കേട്ടോ. തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? നമ്മുടെ പെണ്ണിന് തണുക്കുന്നുണ്ടോ? നമ്മുടെ പെണ്ണിന് തണുക്കുന്നുണ്ടോ? ഇവളുടെ പല്ലെല്ലാം നല്ല നീറ്റാണ് കേട്ടോ. ദൈവമേ, പെരും മഴ വരുന്നുണ്ടോ? പെരും മഴ വരുന്നുണ്ട്. മഴയുണ്ട്, വെയിലുണ്ട്. ഇങ്ങോട്ട് നീങ്ങില്ല. ഇതുങ്ങളെ കുളിപ്പിച്ചിട്ട് എനിക്ക് കുളിക്കണം. നാൽപ്പത്തഞ്ച് ദിവസം ഉള്ളപ്പോൾ കൊള്ളുന്നതാണ് കേട്ടോ ഇവരെ. 45 days തൊട്ട് എൻ്റെ ഒപ്പം ഉണ്ട് അല്ലേ? ഇവനങ്ങനെ കുടച്ചിലൊന്നുമില്ല കേട്ടോ. അവള് കുടയും. കുടഞ്ഞ വേണേ, കുടഞ്ഞേ, പെട്ടെന്ന് കുടഞ്ഞോ കുടഞ്ഞോ. ഈ പെരും മഴ വരുന്നത് കുടയേ. ഒന്നൂടെ കുടയേ, കുടയാണ് കുടയാണ്. കുടഞ്ഞേ ഞാൻ സെറ്റാക്കി കുടഞ്ഞു ചോർത്തണോ? അവള് നന്നായിട്ട് വെള്ളമല്ല അപ്പുറത്ത് ചേച്ചിയുടെ വീടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. അപ്പം അതിനെ കൂട്ടുമ്പോഴത്തേക്കുവാ അതിൻ്റെ അടുത്ത് പോകുന്നതാണ് കൂട്ടുകൂടെ നമ്മളിപ്പോൾ അതിനെ കുറച്ച് നേരം പേടിപ്പിച്ചിട്ട് ഈ വരാനായിട്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് പേടിയാണ്. നഷ്ടം എനിക്ക് മാത്രം. അതൊന്ന് കാണിക്കാം. പട്ടി കറക്റ്റായിട്ട് നിന്ന് കണ്ട് ഞാൻ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയായിരുന്നു. ഇനി അങ്ങനെ ചെയ്യത്തില്ല. ഇവളുടെ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ കൂടെ പൊഴിയുന്നത്. പക്ഷെ പപ്പയുടെ അങ്ങനെയല്ല. പപ്പയുടെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂടെ പൊഴിയുക.
ഉണ്ടായോ? നഖം ഉണ്ടോ പെട്ടെന്ന്? ഇതില്ല ഇത് എന്ത് പോയി ഇത്? എന്ത് പോയി ഇത്? അമ്മ പിടിച്ചു. കൊച്ചിൻ്റെ ദേഹത്തൊക്കെ കൊണ്ടാലേ പാല് ഉണ്ടാവത്തില്ലേ? പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണം. അതിന് നല്ലത് നമ്മൾ കൈയോടെ ഇറങ്ങി വെട്ടി സുഖമാക്കി കളയുന്നല്ലേ? അല്ലേ? മറ്റേ കളി അടിച്ച് അവിടെ ഇല്ല. കാലയിലധികം ഇല്ലല്ലേ? കാലയിൽ അടുത്ത പ്രാവശ്യം കൈയാണ് മെയിനായിട്ട്. കാലിലെ കാഴ്ചയാണ് കാലയിലില്ല. നമുക്ക് കൂട്ടിക്കയറാം. സിറ്റ് ഡൗൺ ഐസേ. സിറ്റ് ഡൗൺ. അങ്ങനെ 2 പേരെയും കുളിപ്പിച്ച് കൂട്ടിക്കയറ്റിയിട്ടുണ്ട് കേട്ടോ. കട്ടനെല്ലാം എടുത്ത് കഴുകിയിട്ടു കേട്ടോ. കാലാവസ്ഥയൊക്കെ മാറി, കാരണം മഴയ്ക്കാണെന്ന് തോന്നുന്നു. കുറേ കട്ടനുണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അതും കാറ്റ് വരുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു പോവാണ്. ഇനി എനിക്കുള്ളത് ഈ ചവിട്ടി ഇത്രയും കഴുകാനുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിയിടണം. എന്നിട്ട് കുളിക്കണം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് 2 പേരെ കുളിപ്പിച്ചപ്പോഴത്തേനും എൻ്റെ കപ്പാസിറ്റി തീർന്നു കേട്ടോ. നല്ല കയ്യിലെല്ലാം ഭയങ്കര രോമാണ് കേട്ടോ. അപ്പം എനിക്ക് ചവിട്ടി 2 എണ്ണം കഴുകിയിടാനുണ്ട്. അതൊക്കെ കഴുകിയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഞാനിവിടെ ചവിട്ടി അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്തു കേട്ടോ. പിന്നെ ഞാൻ കട്ടനെല്ലാം എടുത്ത് അവിടെ അകത്ത് കൊണ്ട് ഇട്ടു. ഉണ്ടോ, ഇന്ന് ഒരു പന്ന കാലാവസ്ഥയാണ്. ഇന്നലെയൊക്കെ വെയിലായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ നിൽക്കുവാണ് കേട്ടോ. ഇന്ന് വെയിലാവുന്ന ഓർത്തുകൊണ്ടാണ് ഞാൻ കട്ടനെല്ലാം അലക്കിയിട്ടത്. പക്ഷേ സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യാനെന്ന് പറ. അപ്പം ഞാൻ കട്ടനെല്ലാം കഴുകിയിട്ട് ചവിട്ടി കലക്കിയിട്ടു. പക്ഷേ വെയിൽ ഇല്ലാത്തത് കൊണ്ട് അകത്തിട്ടത്. ഇന്ന് ഉണങ്ങി കിട്ടത്തില്ല. കട്ടനൊക്കെ അത്യാവശ്യം ഉണങ്ങി വന്നതായിരുന്നു കേട്ടോ. വലിയൊരു പെരുമഴ വന്നിട്ട് ചെറുതായിട്ട് അങ്ങ് തുളിപ്പോയി. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ടേ അകത്ത് കയറാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ദേഹത്തെല്ലാം അപ്പടി രോമമാണ്. ഇതുണ്ടോ, മൊത്തം കുളിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഫ്രഷായിട്ട് നമുക്ക് കാണാം. ഓക്കേ. അപ്പോൾ ഇതേണ്ട ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പം ചെറുതായിട്ടൊന്ന് മുഖം ഒന്ന് മിനിക്കേക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ മമായർത്തിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ അലർജി അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ഒരു വ്ലോഗ് എടുത്തപ്പം ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഇത് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ ഒരു 2 ദോശ കഴിച്ചിട്ട് ഇരിക്കുന്നതാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തേച്ചു. എനിക്ക് കണ്ണാടി വേണ്ട. പിന്നെ ഫോണിനകത്ത് കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഏട്ടാ കണ്ണാടി യൂസ് ചെയ്യാത്തത്. പിന്നെ ഞാൻ ഒരു ചെറിയ ഇത് ചേട്ടായി കൊണ്ടുവന്ന പൗഡറാണ് കേട്ടോ. പെട്ടെന്ന് മാറിപ്പോയി, സോറി, ക്ഷമിക്കുക. കിട്ടിയല്ല. അപ്പം ഞാൻ അതും ഇട്ടു. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം മുഖത്തിലൊരു ഇതൊക്കെ വന്നില്ലേ, ഇനി ഞാൻ ഇച്ചിരി ഐ ഷാഡോ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ബ്രഷൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ കൈ കൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. എന്തിനാ ബ്രഷൊക്കെ? നമ്മളൊക്കെ VIP കളൊന്നും അല്ലല്ലോ, നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഒരിച്ചിരി റോസ് പൗഡർ കൂടെ ഇട്ടു കേട്ടോ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ. അപ്പം പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇനി കണ്ണാടി വേണം, കാരണം ലിപ്സ്റ്റിക്ക് തേക്കണമെങ്കിൽ കണ്ണാടി വേണം. ഇത് സാധാണ് കേട്ടോ, ഇനി വലിയ പേരൊന്നും ഇല്ല. ഞാൻ വലിയ വില കൂടിയ അങ്ങനത്തെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യും. ഇതിനകത്ത് കണ്ണാടിയിൽ കുറച്ച് ലിപ്സ്റ്റിക്കേ ഉള്ളൂ, പക്ഷേ ക്യാമറയിൽ നോക്കുമ്പോൾ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി കണ്ണെഴുതിയേക്കാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കണ്ണാടി വേണമല്ലോ, കണ്ണാടി ഇല്ലാതെയും ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഈ നരച്ച മുടിയൊന്നും വെളിയിലോട്ട് കണ്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ഭംഗി നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഉള്ളത് ഞാൻ ഒരു പിരികൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിരികം ഉണ്ടായിരുന്നതാണ് കേട്ടോ, പക്ഷെ തലയിൽ താരനുള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എൻ്റെ പിരികം ഫുള്ള് പോയി, പൊഴിയുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല. എൻ്റെ ഒരു ഇതാണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അയ്യോ, അപ്പുറത്ത് കൂടുതൽ ഇപ്പുറത്ത് കുറവാണോ, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്താണ് അതിൽ നോക്കുമ്പം കുഴപ്പമില്ലല്ലേ, ഒന്നും കൂടിയൊന്നും നമ്മൾ ഒരിടത്തും പോകുന്നില്ലല്ലോ, നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഇരിപ്പ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇടിഞ്ഞാലും ഇച്ചിരി കൂടെ പൗഡർ ഇടും ഒരു സംതൃപ്തിക്ക്. ഞാൻ അങ്ങനെയാണ് കേട്ടോ, എന്നാ ഇട്ടെന്ന് പറഞ്ഞാലും ആ ലാസ്റ്റും എൻ്റെ ഇടയ്ക്കും ഒരിച്ചിരി പൗഡർ ഇട്ടില്ലെങ്കിൽ എന്തോ പോലെ, പക്ഷേ പൗഡർ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് എടുക്കുന്ന ഞങ്ങളെ കാണിച്ചു. ഞാനൊരു ഇച്ചിരി ചോറെടുക്കുവാണ് കേട്ടോ. എനിക്കിന്ന് നന്നായിട്ട് വിശക്കുന്നു. ഞാനൊരു ചോറെടുത്തു, ഒരിച്ചിരി നമ്മുടെ മോരെടുത്തു. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ മെഴുക്കുപുരട്ടിയാണ്. അതെടുത്തു, കുഴപ്പമില്ല. പിന്നെ കൊച്ചിന് രാവിലെ കൊണ്ടുപോകാനുണ്ടാക്കിയ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പം അതുകൂടെ എടുത്തു. അപ്പം ഇതേണ്ടേ ഞാൻ ഫുഡ് കഴിക്കുവാണ് കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇത് നമ്മുടെ വെള്ളഞ്ചറടി ഞാൻ കഴിക്കട്ടെ. കേട്ടോ, ലാസ്റ്റ് ഭാഗമാണെന്ന് തോന്നുന്നു. ഞാൻ ഓളിയം വെച്ചിട്ടില്ല, ഇനി ഓളിയം വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്നായി, അതുകൊണ്ട് ഞാനത് വെച്ചില്ല കേട്ടോ. ഇതൊക്കെ മതി, ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ. ടാറ്റാ, പിന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു.